ആ മുൻ മന്ത്രിയും അഹമ്മദ് ദേവർകോവിൽ സംസാരിക്കുന്നതൊക്കെ അതിന് സമീപത്താണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ മണ്ണെടുത്തിരിക്കുന്നത്. അല്ല, ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് സ്വകാര്യ വ്യക്തി തികച്ചും മറച്ചു കൊണ്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. പലരും ശ്രദ്ധയപ്പെട്ടുകൊള്ളണം എന്നില്ല. ഏതായാലും ഇപ്പോൾ ഈ അപകടം ഉണ്ടായപ്പോഴാണ് കൂടുതൽ ശ്രദ്ധ ഇങ്ങോട്ട് പതിഞ്ഞിട്ടുള്ളത്. നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കാം. ആരുടെ ഭാഗത്താണ് വീഴ്ച നോക്കി അവരെ നമുക്ക് നിയമത്തിന് മുമ്പ് കൊണ്ടുവരികയും ചെയ്യാം. തൽക്കാലം നമുക്കിപ്പോൾ മണ്ണിനടിയിലുള്ള ആളെ രക്ഷപ്പെടുത്തലാണ് പ്രഥമ പരിഗണന. കൂടുതൽ ആവശ്യമായ ഇവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഇപ്പോൾ ആവശ്യമായ യൂണിറ്റ് ഇവിടെ ഉണ്ട്. കൂടുതൽ ആവശ്യമുണ്ട്, കൂടുതൽ വരുത്തും. 1.5 മണിക്കൂറാവുന്നു. അത് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാവുന്നേ ഉള്ളൂ. തീർച്ചയായും പരിശോധിക്കും. നിയമപരമായിട്ടല്ലാന്നാണ് ഇവരൊരു പരാതി. അല്ല, അതൊക്കെ നമുക്ക് രേഖകൾ പരിശോധിച്ചല്ലേ പറയാൻ കഴിയുള്ളൂ. കാരണം സ്വാഭാവികമായും അത് പരിശോധിച്ച ശേഷം നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. അക്കാര്യത്തിൽ സംബന്ധിച്ച് പരാതി കൊടുത്തപ്പോഴത്തേക്കും പരാതിക്കാരുടെ കരമടച്ച രസീതും കാര്യങ്ങളൊക്കെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ആരും നേരത്തെ പരാതിയായിട്ട് വന്നിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഒറ്റ മോട്ടറിൽ കാണുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥ ഇവിടെയുണ്ട്. അപ്പോൾ അതെന്ത് തന്നെയാലും പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ മണ്ണിൽ അടിപ്പെട്ടാണ് രക്ഷപ്പെടുത്തുന്ന ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ആ ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാം. ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കും. മുകളിലുള്ള വീടുകളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ആലോചിക്കാം ചെയ്യും. മറ്റുള്ള വീട്ടുകാരെ സംവിധാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കേണ്ടത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് സ്ഥലത്ത് വരുന്നത്. ഇല്ല, ആദ്യമായിട്ടാണ് ഞാനിത് അറിയുന്നത്. ഇവിടെ എന്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. അല്ല, പല വലിയൊരു സിറ്റിയിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനം നടക്കുമല്ലോ. അതൊന്നും നമ്മൾ അറിഞ്ഞുകൊള്ളുന്നില്ലല്ലോ. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം അറിയാം. പരാതികൾ വരുമ്പോഴല്ലേ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് വരിക. അങ്ങനെ പരാതി എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് പരിശോധിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ആർക്കും അറിയാലോ. കാരണം ഇത്രയും ഉയർന്ന സ്ഥലത്ത് ഇത്രയധികം മണ്ണെടുക്കാൻ പാടില്ലാത്തതാണ്. അഥവാ മണ്ണെടുക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അതിനായ ആവശ്യമായ സുരക്ഷാ മുൻകരുതലൊക്കെ അവർ എടുക്കേണ്ടതാണ്. അതൊക്കെ ചെയ്ത് നമുക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് ആളുകളെ അകത്തുപെട്ട ആളെ പ്രസിദ്ധികളാണ് പ്രധാന ദൗത്യം. ആ കാര്യങ്ങൾ നീക്കാൻ നമുക്ക്